വീണ വിജയന് കനത്ത തിരിച്ചടിയാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം തന്നെയാണ് വീണ വിജയൻ പ്രധാനമായി മുന്നോട്ട് വച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതും ഈ ഹർജി ഒറ്റ വരിയിൽ തന്നെ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. കനത്ത തിരിച്ചടി എന്ന് മാത്രം ഇതിനെ വിശേഷിപ്പിച്ചാൽ പോരാ, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം വീണ വിജയന് മേൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള അനുവാദം കൂടിയാണ് ഒരു ഭാഗത്ത് SFIO ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും കേസ് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ ആരെയാണ് ഭയക്കുന്നതെന്ന ചോദ്യം അത് അവനവനോട് തന്നെ ചോദിക്കേണ്ട, ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ആയിരിക്കുന്നത്. ഇനി തൊട്ടടുത്ത നിമിഷം തന്നെ ക്ലിഫ് ഹൗസിന് ചുറ്റും SFIO ഉദ്യോഗസ്ഥർ എത്താനും വീണ വിജയനെ ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുമുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് ഇപ്പോൾ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. SFIOയ്ക്ക് അന്വേഷണം തുടരാമെന്ന ഒരു കാര്യം തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും അതിൽ ഒരു തടസ്സവും സൃഷ്ടിക്കപ്പെടില്ല. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ പ്രധാനിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ. കേസിലെ ആരോപണ വിധേയമായി നിൽക്കുന്ന പ്രധാനിയും കുറ്റക്കാരിയായി പറയപ്പെടുന്നതും വീണ വിജയനെ തന്നെയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നാളെ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിധിയുടെ വിശദ വിവരങ്ങൾ ശനിയാഴ്ച ദിവസം രാവിലെ 10:00 നൽകാമെന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായി അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഫെബ്രുവരി 12-ാം തീയതി 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ നടന്നത്. തിങ്കളാഴ്ച ദിവസമാകട്ടെ 3 പ്രധാനപ്പെട്ട വിധിയായിരുന്നു പുറത്തു വരാനായിരുന്നത്. അതിലൊന്നാണ് ഇന്നത്തേക്കായി പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് രണ്ടിലും തിരിച്ചടി തന്നെയാണ് നേരിട്ടത്. ഇപ്പോഴും അതുതന്നെ ആവർത്തിച്ചിരിക്കുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന ROC അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നത് ഒട്ടും തന്നെ ശരിയല്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എക്സാലോജിക് മുന്നോട്ട് വന്നത്. പക്ഷേ CMRL നിന്നും 1,72,00,000 രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുണ്ടെന്നും അത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അത് അന്വേഷിക്കണമെന്നും SFIO തന്നെ കൃത്യമായി വാദിച്ചിട്ടുണ്ട്. ROCക്ക് തന്നെ ചില പരിമിതികളുണ്ട്. പല രീതിയിൽ അന്വേഷിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ മുന്നിൽ കാണുന്നുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് SFIO. വിഷയത്തെക്കുറിച്ച് കമ്പനികാര്യ നിയമത്തിലെ ചട്ടം 210 പ്രകാരം ROC അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്നാണ് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദത്തർ വാദിച്ചത്. എന്നിട്ടും അതേ നിയമത്തിലെ ചട്ടം 212 പ്രകാരം SFIO അന്വേഷണം പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിലൊട്ടും തന്നെ വ്യക്തതയില്ലെന്നും ഇത് നിയമപരമല്ല എന്നുമാണ് ദത്തർ വാദിച്ചത്. പക്ഷേ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRLന്റെ ഇടപാടുകളിൽ നടന്നിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലൂടെ തന്നെ അക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് SFIOയ്ക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കിയത്. 1.72 കോടി രൂപ വീണ വിജയൻ്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെയാണ് കൈമാറിയിരിക്കുന്നത്. അതിനുള്ള തെളിവാണ് തങ്ങളുടെ പക്കൽ ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് CMRL വൻ തുകയാണ് കൈമാറിയിരിക്കുന്നത്. ഇക്കാര്യം കണ്ടെത്തിയത് മറ്റാരുമല്ല, കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ്. തുടർന്ന് അന്വേഷണം SFIOയ്ക്ക് എത്തിച്ചേരുകയായിരുന്നു. 8 മാസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമുണ്ട്. വളരെ വിപുലമായി തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് CMRLലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട KSIDCയുടെ ഓഫീസിലുമൊക്കെ അന്വേഷണം നടത്തിയത്. ഇനി നേരെ പോകാൻ പോകുന്നത് വീണ വിജയൻ്റെ പക്കലേക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെയില്ല.